Hi traders, welcome back to Market Waves. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ അത് എങ്ങനെയാണ് നമ്മൾക്ക് പ്രയോജനപ്പെട്ടത് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ഇന്നലെ 25,268 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് ഏതാണ്ട് 180ഓളം പോയിന്റ് ഗ്യാപ് ഡൗണിലാണ്. ഓപ്പണിംഗ് 25,089 എന്ന ലെവലിലായിരുന്നു. 180 പോയിന്റ് ഗ്യാപ് ഡൗണിൽ വീണ നിഫ്റ്റി ഏതാണ്ട് 130ഓളം പോയിന്റ് അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ പിന്നീട് സഞ്ചരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആദ്യമേ നിഫ്റ്റി വീണ്ടും ഒരു അപ്പ് മൂവ് തന്നതിന് ശേഷം ഈ ട്രേഡ് വൃത്തിയായി ആർക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകാം. കൃത്യമായി ട്രേഡിംഗ് അറിയാവുന്നവർക്ക്, പ്രൈസ് ആക്ഷൻ അറിയാവുന്നവർക്ക് ഈ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ ഏതാണ്ട് 10:45 ഈ ലെവൽ ഒരു സപ്പോർട്ടായി ബ്ലാക്ക് ലൈനിൽ രേഖപ്പെടുത്തി ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി ഞാൻ കൊടുത്തിരുന്നു നമ്മുടെ പബ്ലിക് ചാനലിൽ, മാർക്കറ്റ് വേഴ്സിന്റെ പബ്ലിക് ചാനൽ. അങ്ങനെ നമ്മുടെ ലെവൽ പലരും കമന്റ് ബോക്സിൽ പഴയതുപോലെ ലെവലുകൾ തരണമെന്ന രേഖപ്പെടുത്തിയിരുന്നു. അതിനെ മാനിച്ചുകൊണ്ടാണ് ഈ തരത്തിൽ തന്നത്. എന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൃത്യമായും ഈ ലെവലിൽ ചെറിയ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ കാണിച്ചാൽ മാത്രം വീണ്ടും എൻ്റർ ആവും. അതിനുശേഷം ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുകയും ചെയ്യും. ആ തരത്തിൽ അത് കൃത്യമായ സമയത്ത് കാണാൻ കഴിഞ്ഞവർക്ക് ഒരു കോൾ ഓപ്ഷൻ വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. നമ്മളപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് കടക്കുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ്. ആ തരത്തിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് കൃത്യമായും സ്റ്റോപ്പ് ലോസ് പാലിച്ചവർക്ക് ടാർഗറ്റ് നല്ല രീതിയിൽ കിട്ടിയിരുന്നു. എന്നാൽ ഈ ഏരിയയിൽ വളരെയധികം നേരം നന്നായി കൺസോളിഡേറ്റ് ചെയ്തു. അത് മിക്കവാറും എല്ലാവരെയും കൺഫ്യൂഷനിലാക്കിയിട്ടുണ്ടാകാം. എന്നാലും സാമാന്യം നല്ല ടാർഗറ്റ് അത് തന്നു. അതിനുശേഷം വീണ്ടും പ്രൈസ് ഒരു കറക്ഷൻ തന്ന് ഈ ലെവൽ ഹോൾഡ് ചെയ്തുകൊണ്ട് അടുത്ത എൻട്രിയും തന്നിരുന്നു. അതും കൃത്യമായി പാലിച്ചവർക്ക് വീണ്ടും ടാർഗറ്റ് കിട്ടി. ആ തരത്തിൽ 130 പോയിന്റിലധികം അപ്വേർഡ്, ഇന്നത്തെ ലോയും ഹൈയും പരിശോധിക്കുമ്പോൾ നമുക്ക് ഇത്രയും പോയിന്റുകൾ കാണാൻ കഴിയും. എന്തായിരുന്നാലും 100ഓളം പോയിന്റ് വിവിധ ടൈമിലായി റീ എൻറ്റർ ചെയ്ത് ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവാം പലർക്കും. അപ്പോൾ കൃത്യമായി ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്തവർക്ക് നല്ല ഒരു ദിവസമായിരുന്നു. കാര്യം ഗ്യാപ് ഡൗൺ ആണ് സംഭവിച്ചത് എങ്കിൽ പോലും ഓപ്ഷൻ ട്രേഡ് ചെയ്തവർക്ക് ഇന്ന് പ്രോഫിറ്റബിൾ ഡേ ആണ്. അപ്പോൾ ഇന്ന് നൽകിയിരിക്കുന്ന ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളേക്ക് നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്താണ് എന്ന് പരിശോധിച്ച് നോക്കാം. 25,159-60 ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാന റെസിസ്റ്റൻസ് ഞാൻ കാണുന്നത് 25,294 എന്ന ലെവലിലേക്കാണ് ഇനിയൊരു പ്രധാനമായ ഒരു റെസിസ്റ്റൻസ് വരാൻ സാധ്യതയുള്ളത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ ഒരു അനലൈസേഷനിൽ അങ്ങനെയാണ്. എന്നാൽ ഇന്നത്തെ ഉയരം രേഖപ്പെടുത്താൻ ഈ ലെവലുകളും തുടർന്ന് ചില മൈനർ റെസിസ്റ്റൻസുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് പ്രൈസ് മൂവ് ചെയ്തതുപോലെ ഈ ലെവലുകളെല്ലാം ടെസ്റ്റ് ചെയ്തതിനു ശേഷം വീണ്ടും കറക്ഷൻ തന്നാൽ അങ്ങനെ ആയിരിക്കാം പ്രൈസ് മൂവ് ചെയ്യുക. അത് മിക്കവാറും അങ്ങനെയാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ വാർത്തകൾക്ക് അടിസ്ഥാനമായി പ്രൈസ് വളരെ വേഗം കയറുകയും ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ട്രേഡിങ്ങിൽ ഒരു ടാർഗറ്റുകൾ ബുക്ക് ചെയ്യാൻ ലെവലുകൾ രേഖപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പ്രയോജനം. ഇന്നലെ ഞാൻ രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് ലെവലിന് 25,040 ലെവലായിരുന്നു ഞാൻ രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ 25,060 ലെവൽ വരെയാണ് പ്രൈസ് ഇറങ്ങി വന്നിരുന്നത്. ആ തരത്തിൽ നമ്മൾക്ക് ഒരു ഊഹം ലഭിക്കാനാണ് ഇങ്ങനെ നമ്മൾ ട്രേഡിംഗ് പ്ലാൻ ഞാൻ വ്യക്തിപരമായി ഇത് തയ്യാറാക്കി പോന്നിട്ടുള്ളത്. അപ്പോൾ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ഈ റേഞ്ചിനിടയിൽ എവിടെ ഓപ്പൺ ചെയ്താലും അതൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിട്ടാണ് ഞാൻ കണക്കാക്കാറ്. അങ്ങനെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ വാങ്ങും. അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതോ അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ് ആദ്യം. അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വീണ്ടും കിട്ടാവുന്ന ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് തോന്നിയാൽ ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതിരിക്കുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും വാങ്ങും. അപ്പോൾ ഡേയ്സ് ലോ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ക്ലോസ് ആവുകയാണെങ്കിൽ ഈ ലെവലുകൾ കയറി വന്നേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നാൽ
നമ്മൾക്ക് പ്രധാനമായും ഞാൻ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ലെവൽ ഇതാണ് എങ്കിൽ പോലും ഈ ലെവലുകളിൽ എവിടെ നിന്ന് വേണമെങ്കിലും വീണ്ടും ഒരു സെല്ലിംഗ് മോഡിലോട്ട് നിഫ്റ്റി തിരിയാനും സാധ്യതയുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്, പ്രൈസ് ആക്ഷൻ പ്രകാരം എന്താണ് നൽകുന്ന ഇൻഡിക്കേഷൻ എന്നനുസരിച്ച് മാത്രമാണ് ട്രേഡ് ചെയ്യാൻ കഴിയുക. കൃത്യമായ സ്റ്റോപ്പ് ലോസുകൾ പാലിച്ചുകൊണ്ട് ആയിരിക്കണം ട്രേഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നാളെ നൽകുന്നത്. അതിനുശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയാണ് എങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ, പ്രധാന സപ്പോർട്ട് എന്ന് കരുതുന്ന ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടാവുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകിയാൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. ഡൗൺവേർഡ് പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ക്ലോസ് ആവുകയാണെങ്കിൽ, അതായത് ഈ ലെവലിനൊക്കെ താഴോട്ട് വീണ്ടും ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ പിന്നെയും അപ്പോഴ് ഒരു കറക്ഷൻ തന്ന് അപ്പോഴ് വീണ്ടും പ്രൈസ് മൂവ് ചെയ്യുമ്പോൾ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ഓർ പുതുതായി നൽകിയിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് പോയിന്റുകളെ മാനിച്ചുകൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് ചെയ്യും. അത്തരത്തിൽ പ്രൈസ് ഇന്നത്തെ ലോയ്ക്കും താഴോട്ട് പോരുകയാണെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ കാണുന്നവ. അത് 25,106, 25,083, 25,034, 24,997, 24,963, 920, 873, 850 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. ഇതിൽ ഈ 850 വളരെ സ്ട്രോങ് ആയ ഒരു സപ്പോർട്ടായാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ ലെവലുകൾ 1 by 1 ആയിട്ടായിരിക്കാം. ചിലപ്പോൾ സെല്ലിംഗ് ആണെങ്കിൽ, ഫാസ്റ്റ് സെല്ലിംഗ് ആണെങ്കിൽ വളരെ ഷാർപ്പായിട്ട് കറക്റ്റ് താഴോട്ട് പോരുകയും ചെയ്യാം. അപ്പോൾ അത് നോക്കി ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് അവനവൻ്റെ ട്രേഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതാണ് തിങ്കളാഴ്ചത്തെ അടുത്ത ദിവസത്തിന് വേണ്ടിയിട്ടുള്ള നിഫ്റ്റിയിലുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. 51,385 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ടായി കാണുന്നത്. അതുപോലെ 51,693 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന റെസിസ്റ്റൻസ് ആയും കാണുന്നത്. ഇന്ന് ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് തന്നെ കിട്ടിയ ഒരു ജെർക്കാണ് ഈ ലെവൽ. അതുകൊണ്ട് ഇന്നത്തെ ഹൈ അതാണ്, ആ ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി തീർച്ചയായും കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യാതെ വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് വീണ്ടും പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ലെവലുകൾ ടെസ്റ്റ് ചെയ്തേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 51,583, 664, 693, 750 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് മുകളിലോട്ട് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ അപ്പോഴ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകിയാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ വീണ്ടും പുട്ട് ഓപ്ഷൻ വാങ്ങി ഹോൾഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് ക്ലോസ് ആവുകയാണെങ്കിൽ 51,315 എന്ന ലെവലിന് താഴെയൊക്കെ ക്ലോസ് ആവുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് ഡൗൺ സൈഡിലേക്ക് പോന്നേക്കാമെന്നാണ് കരുതുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന പ്രധാന ടാർഗറ്റുകളാണ് ഇവിടെ കാണുന്നവ. 51,258, 51,050, 50,938 83 എന്നിങ്ങനെയാണ് ആ ലെവലുകൾ. അടുത്തതായി സെൻസെക്സിൽ എന്താണ് ലെവലുകൾ എന്ന് പരിശോധിക്കാം. 82,297 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ടായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ 82,634 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ആയും കണക്കാക്കിയിട്ടുള്ളത്. ഇന്നത്തെ ഉയരം രേഖപ്പെടുത്താനായി 82,396 എന്ന ഒരു ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നുവെന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ഇന്നത്തെ ഉയരത്തിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ് ആദ്യമായി വേണ്ടിയ ഇൻഡിക്കേഷൻ. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ തന്നെ നൽകുന്നുവെന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ക്ലോസ് ആവുകയാണെങ്കിൽ ഈ ലെവലുകൾ ലഭിച്ചേക്കാമെന്നാണ്
പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് 82,503, 572, 634, 687, 725 എന്നിങ്ങനെയുള്ള ലെവലുകൾ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയ ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ 82,246 എന്ന ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യും. ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയി സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് ക്ലോസ് ചെയ്യുന്നതായി വന്നാൽ വീണ്ടും അല്പം കൂടി പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നേക്കാമെന്ന് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. 82,181, 82,016, 81,732, 678, 575, 449 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഇവ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്കുള്ള ട്രേഡിംഗ് പ്ലാൻ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. അപ്പോൾ പതിവ് ഡയലോഗ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ, ഗുണകരമെന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ചാനലിനെ പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ നാളെയും നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് നമ്മുടെ ഇൻഡെക്സുകളിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്